ഗുരുപൂജയ്ക്ക് നമ്മൾ ആരുടെ കാലൊന്നും കഴുകിയിട്ടില്ല. നമ്മൾ പുഷ്പാർച്ചന ചെയ്തിട്ട് അവരുടെ അനുഗ്രഹം മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ പഠിക്കുന്ന തുടക്കം തൊട്ടേ ഇത് നടക്കണ്ടോ ഇവിടെ? ഉണ്ട്. ഇപ്പൊ ഈ പുറത്ത് നടക്കുന്ന വാർത്തയൊക്കെ കണ്ടപ്പോൾ എന്താ തോന്നി? സങ്കടം തോന്നി. നമ്മൾക്കൊരു പ്രശ്നമില്ല, പക്ഷെ പുറത്ത് പറയുന്നത് ഇത് ഭയങ്കര മോശമായിട്ടില്ലാന്ന് പറയുന്നത്. അത് കേട്ടപ്പോൾ വീട്ടിൽ നിന്നൊക്കെ അച്ഛനോടും അമ്മയോട് സങ്കടം പറഞ്ഞു പോയി? പറഞ്ഞു. അവര് സപ്പോർട്ട് ചെയ്തിന്. അങ്ങനെ പ്രശ്നമൊന്നുമില്ല, നമുക്കെല്ലാം അനുവാദം തന്നിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. ശ്രീ PM സുരേഷ് ബാബു, ഇവിടെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടതാണ് സൂംബ വിവാദം, ജനറൽ ന്യൂട്രൽ യൂണിഫോം വിവാദം. ഏറ്റവും ഒടുവിലായി മദ്രസാ പഠനത്തിനായി സ്കൂൾ സമയമാറ്റം മാറ്റാൻ കഴിയില്ല എന്ന് ശഠിക്കുന്ന മതനേതാക്കൾ. ഇവരുടെ മുന്നിലൊക്കെ ഈ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പുമൊക്കെ ഇങ്ങനെ കീഴടങ്ങി ചുരുങ്ങി ഇല്ലാതാകുമ്പോഴാണ് ഒരു ദിവസം തങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ആദരമർപ്പിച്ചതിൻ്റെ പേരിൽ, അവരെ ഒന്ന് വന്ദിച്ചതിൻ്റെ പേരിൽ ഇത്രയധികം വിവാദം സൃഷ്ടിക്കുന്നത്. ഇത് അനുവദനീയമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നത്, ബാലാവകാശ കമ്മീഷനെ കൊണ്ട് കേസെടുപ്പിക്കുന്നത്. ഇത് ഒരു നിലപാടാണെങ്കിൽ കൃത്യമായി ആ നിലപാടിൽ ഉറച്ചു നിൽക്കാനുള്ള ആർജവം കാണിക്കണ്ടേ? ഇത് ജാതീയവും മതവും എന്നൊക്കെ പറഞ്ഞതിൽ തരംതിരിവ് സൃഷ്ടിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ എല്ലാ അനീതികൾക്കുമെതിരെ പോരാടുന്ന ഒരു സർക്കാരാണ് എങ്കിൽ മതം നോക്കാതെ പെരുമാറണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളിൽ, സൂംബ വിവാദത്തിലും യൂണിഫോമിൻ്റെ കാര്യത്തിലും സ്കൂൾ സമയമാറ്റത്തിലുമൊക്കെ അതേ ആർജവം കാണിക്കേണ്ടേ? അവിടെ എന്തുകൊണ്ടാണ് സർക്കാരിനൊരു പിന്നാക്കം പോകുന്ന പ്രവണത ഉണ്ടാകുന്നത്? ജനാധിപത്യത്തെക്കുറിച്ചൊരു ബോധ്യമില്ലാത്ത ഒരു ചോദ്യമായിട്ടതിനെ നമുക്ക് കാണേണ്ടി വരും. ജനാധിപത്യ സംവിധാനത്തിൽ ഭരണകൂടം, ആ ഭരണകൂടത്തിൻ്റെ ിലേക്ക് നയിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മാത്രം ആശയങ്ങളും ആദർശങ്ങളും നടപ്പാക്കാനല്ല, പൊതുവായ എല്ലാ കാര്യങ്ങളിലും അവർക്ക് പൊതു സമീപനം സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ജനാധിപത്യ ഭരണകൂടത്തിൽ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് നടക്കുന്നതെങ്കിൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ക്യാപിറ്റലിസ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ എത്തീസ്റ്റ് ആണെങ്കിൽ അവർക്ക് അവരുടേതായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാം. നമ്മൾ 5 വർഷം കൂടുമ്പോൾ തിരഞ്ഞെടുപ്പ് നടത്തി ജനങ്ങളിൽ നിന്നും അധികാരം ഏറ്റുവാങ്ങിയിട്ടാണ് ഇവിടെ ഭരണം നടത്തുന്നത്. ആ ഭരണത്തിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ, 2026 കേരളത്തിൽ BJPയുടെ ഭരണമുണ്ടാകുമെന്ന്. അതൊരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ മഹത്വം കൊണ്ടാണ്. ആ ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കണം. എന്നാൽ ഭരണകൂടത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുമുള്ള അവകാശമുണ്ട്, പറയേണ്ടതുമുണ്ട്. അവിടെ തെറ്റില്ല അല്ലെങ്കിൽ പരാതിയില്ല എന്നതിൻ്റെ പേരിൽ എല്ലാത്തിനും ഒരു സ്ലീപ്പിംഗ് മൂഡ് വെക്കാൻ സാധിക്കുകയില്ല. പറയേണ്ടുന്ന കാര്യങ്ങൾ പറയുകയും എന്നാൽ അതിനോട് വിയോജിപ്പുള്ള ആളുകളുടെ ശബ്ദത്തെയും കൂടി കേട്ടുകൊണ്ട് അതുമായി പോകുന്നതിന് ഉള്ള പരിപാടികളെക്കുറിച്ചല്ലാതെ ഇത് താങ്കൾ അങ്ങ് പറയുന്നതിലുള്ള വസ്തുതകൾ വെച്ച് നോക്കിയാൽ കേരളത്തിൽ വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ മുഴുവൻ 2 മതജനവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തെ ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അവസാനത്തെ, ഞാൻ ഈ പാദപൂജയെക്കുറിച്ചല്ല പറയുന്നത്, അവസാനത്തെ എന്നോടുള്ള ചോദ്യത്തിൽ എനിക്ക് മനസ്സിലായത് ഒരു മതവിഭാഗത്തിന് കീഴടങ്ങുകയും മറുവിഭാഗത്തിന് കീഴടങ്ങുന്നില്ല എന്ന തലത്തിൽ സമീപനമെടുത്ത് ഒരു ചർച്ചയുണ്ടാക്കി, ആശയ സംഘർഷമുണ്ടാക്കി ഈ കേരളത്തെ ആ തരത്തിൽ ആ ചർച്ച പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതും ഇതേ സർക്കാർ തന്നെയല്ലേ? അത്തരമൊരു ചിന്താഗതിയിലേക്ക് എത്തണമെങ്കിൽ അത് അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടല്ലേ? കാരണം ഗുരുവന്ദനത്തിനെ എതിർക്കുന്നു, ബാലാവകാശ കമ്മീഷൻ സ്വയമേവ കേസെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കുട്ടികളുടെ കായികശേഷിയും അല്ലെങ്കിൽ ശാരീരിക ക്ഷമതയും വർദ്ധിപ്പിക്കുന്ന സൂംബ നൃത്തമായിക്കൂടാ? അവിടെ ജനറൽ ന്യൂട്രൽ യൂണിഫോം ആയിക്കൂടാ? പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ഒരുപോലെയുള്ള വസ്ത്രധാരണം പാടില്ല എന്ന് പറയുന്നു. 24 മണിക്കൂറല്ലേ ഉള്ളൂ, അവിടെ സ്കൂൾ സമയം മാറ്റാൻ കഴിയില്ല, മദ്രസാ പഠനം കഴിഞ്ഞു മതി സ്കൂൾ സമയം എന്നുള്ള തരത്തിലുള്ള ഒരു മത നേതാവിൻ്റെ ചിന്താഗതി പൊതുസമൂഹങ്ങളിലൊക്കെ വരുന്നു. അപ്പോൾ അതിനൊക്കെ കീഴടങ്ങുമ്പോൾ, സർക്കാർ കീഴടങ്ങുമ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് സ്വാഭാവികമായ ഒരു ചോദ്യം ഉയരും, എന്തുകൊണ്ടാണ് ഒരു വിഭാഗത്തോട് ഇങ്ങനെ മറ്റൊരു വിഭാഗത്തോട് ഇങ്ങനെ എന്നുള്ളത്? അത് പൊതുസമൂഹത്തിൻ്റെ സംശയമാണ് സാർ. പൊതുസമൂഹത്തിന് അങ്ങനെ സംശയമൊന്നുമില്ല. കാരണം ഇവിടെയൊന്നും നിലപാടുകളിൽ ഒരു മാറ്റവും വരുത്തിയിട്ടുമില്ല. ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ച് അത് ചൂരൽ വടിയെടുത്ത് നടപ്പാക്കാനൊന്നും ഒരു ഭരണകൂടം തയ്യാറായിട്ടില്ല.
എവിടെയാണ് പിന്നെ സ്കൂൾ സമയം മാറ്റിയിട്ടുള്ളത്? എവിടെയാണ് പിന്നെ സൂംബ വേണ്ട എന്ന് പറയുന്നത്, ആ കായിക വിനോദം വേണ്ട എന്ന് വെച്ചിട്ടുള്ളത് എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെയില്ല. ഇല്ല, വേണ്ട എന്നല്ല വെച്ചത്. മത നേതാക്കളുടെ അതിതീവ്രമായ ഇടപെടൽ വന്നപ്പോൾ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അതിൽ വേണമെന്നുള്ള കുട്ടികൾ പങ്കെടുത്താൽ മതി എന്നുള്ളത്. അതേ നിലപാട് ഈ ഗുരുവന്ദനത്തിലും എടുക്കാമല്ലോ. ബാലാവകാശ കമ്മീഷനെ കൊണ്ട് കേസെടുപ്പിക്കുകയും ഡയറക്ടറോട് വിദ്യാഭ്യാസ മന്ത്രിക്ക് റിപ്പോർട്ട് തേടുകയും ചെയ്യേണ്ടല്ലോ, പറയാമല്ലോ. ഇഷ്ടമുള്ള കുട്ടികൾ അതിൽ പങ്കെടുത്തു, അതിനെന്താണ് തെറ്റ്? ഇഷ്ടമുള്ള കുട്ടികൾ പങ്കെടുക്കട്ടെ, മറ്റു കുട്ടികൾ മാറി നിൽക്കട്ടെ എന്ന് പറയാമല്ലോ. അതല്ലേ ആർജവം? അല്ല അത് ഈ റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വന്നാൽ നമുക്ക് പറയാലോ എന്തായിരിക്കും തീരുമാനം എന്നുള്ളത്. എന്തായിരിക്കും ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നുവെന്ന് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞാൽ, അല്ലെ ഏതെങ്കിലും പരാതിയായിട്ട് കിട്ടിയാൽ ആ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ചുമതല ഭരണകൂടത്തിനുണ്ട് എന്ന പ്രാഥമികമായ ഒരു ചിന്ത ഞാൻ നിങ്ങളെ മുമ്പ് ശ്രദ്ധിക്കുകയാണ്. ഈ ഭരണകൂടത്തിനുണ്ടത്. ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു, ഇത് നടന്നിട്ടുണ്ട്, അത് നടന്നിട്ടുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കണം. ബാലാവകാശ കമ്മീഷനെ കൊണ്ട് സർക്കാർ കേസെടുപ്പിച്ചു എന്ന അഭിപ്രായത്തിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. ബാലാവകാശ കമ്മീഷൻ അത് സ്വതന്ത്ര ഒരു എൻറ്റിറ്റിയാണ്. ആ സ്വതന്ത്ര എൻറ്റിറ്റി എന്നുള്ള നിലയിൽ ബാലാവകാശ കമ്മീഷന്റെ മുമ്പിൽ പരാതിക്കാരനായി കേരളത്തിലെ സർക്കാർ പോയിട്ടില്ല. അവർ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു. ആ സ്വമേധയാ കേസെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നു. അവിടെ പോയി കാര്യങ്ങൾ പറയേണ്ടുന്ന ആളുകൾ പറയണം. ഞാനിപ്പോൾ കാസർകോട്ടെ പിന്നെ കുട്ടിയുടെ വാർത്ത കേട്ടു. അയാൾ എന്നാണ് അധ്യാപകനെ വിളിച്ചിട്ടുള്ളത്. പാദപൂജ നടത്തിയത് കൊണ്ട് എന്താ കാര്യം? അഭിസംബോധനയിൽ അധ്യാപകനെ, ഗുരുനാഥനെ അയാൾ എന്നൊരു വാക്ക് പറയുന്നത് ഞാൻ കേട്ടു. അത് ഇതൊക്കെ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞില്ല ആ കുട്ടി പറഞ്ഞത്. ഞങ്ങൾ ആരുടെയും കാലൊന്നും കഴുകിയിട്ടില്ല, ഞങ്ങൾ വന്ദനം മാത്രമേ നടത്തിയിട്ടുള്ളൂ, അതായത് പുഷ്പങ്ങൾ അർപ്പിച്ച് വന്ദനം മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ്. ഞാനും അത് കേട്ടതാണ് ആ കുട്ടി പറയുന്നത്. അതിൽ അയാൾ എന്നൊരു അഭിസംബോധനയേ ഇല്ല. താങ്കൾക്ക് തുടരാം. ഒന്ന് റീപ്ലേ ചെയ്തു നോക്കൂ. പക്ഷേ ഇല്ല, ഞാൻ തർക്കിക്കാനില്ല. അങ്ങനെയല്ല ഉണ്ടായിരുത്തിട്ടില്ല എങ്കിൽ ഞാനത് പിൻവലിക്കുകയും ഖേദിക്കുകയും ചെയ്യുന്നു. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ. പക്ഷേ താങ്കളുടെ മാത്രം ഒരു സാറ്റിസ്ഫാക്ഷന് അതൊന്ന് റീപ്ലേ ചെയ്ത് നോക്കൂ. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു വാക്കിൽ അപമര്യാദ താങ്കൾ കണ്ടല്ലോ ശ്രീ PM സുരേഷ് ബാബു. ഒരു വാക്ക് പ്രയോഗത്തിൽ ഒരു അപമര്യാദ താങ്കൾ കണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ഗുരുക്കന്മാരെ വന്ദിക്കുന്നത് എത്ര നല്ല കാര്യമാണ്. അധ്യാപകർക്ക് ശവമഞ്ചം ഉണ്ടാക്കി കാത്തിരുന്നതും അങ്ങേയറ്റം അപലപനീയമാണ് എന്ന് പറയണ്ടേ? കുഴിമാടം തീർത്തത്, അധ്യാപികയുടെ കസേര മുറിയിൽ നിന്ന് എടുത്തു പുറത്തു കൊണ്ടുവന്ന് കത്തിച്ചത് അപമര്യാദയാണെന്ന് പറയണ്ടേ? അത്രയൊന്നും വന്നില്ലല്ലോ ഒരു കുട്ടി അഥവാ ഒരു നാക്കുപിഴ കൊണ്ട് അയാൾ എന്ന് പറഞ്ഞത്. പ്രാദേശികമായി നമ്മൾ തന്നെ കേൾക്കാറുണ്ട് അയാൾ, നിങ്ങൾ, അങ്ങേർ എന്നൊക്കെ പറയുന്നത് ചില പ്രാദേശികമായ വ്യതിയാനങ്ങളൊക്കെ വരാറുണ്ട്. ഇവിടെ അതുമാത്രമാണോ താങ്കൾ കണ്ടെത്തിയ തെറ്റ് ശ്രീ PM സുരേഷ് ബാബു? അത്തരം വാക്കുകൾ എന്നോടാണോ? അതെ, അത്തരം വാക്കുകളെ കുറിച്ചൊന്നും എനിക്ക് പരാതിയില്ല. ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഗുരുവന്ദനമായാലും പാദപൂജ നടത്തും. ഞാൻ എൻ്റെ മക്കളെപ്പോലും അവരുടെ വിവാഹത്തിന് എൻ്റെ കാല് തൊട്ട് വന്ദിക്കാൻ അനുവദിക്കാത്തൊരു വ്യക്തിയാണ്. എൻ്റെ മകൻ്റെയും മകളുടെയും കല്യാണത്തിന് അവസാനം നമ്മൾ പോകുമ്പോൾ പിതാക്കന്മാരെ ഗുരുവന്ദിക്കുമ്പോൾ ഞാൻ അനുവദിക്കാറ്. ഞാൻ ആരെയും എൻ്റെ പാദസ്പർശം നടത്താൻ അനുവദിക്കത്തില്ല. എൻ്റെ കൺവിക്ഷൻ അതാണ്. എൻ്റെ മക്കളെ നിങ്ങൾക്കൊരിക്കൽ ഒരു വിവാഹത്തിന് അതേപോലെ തന്നെ പലർക്കും പലതുണ്ട്. എന്നാൽ പല രാഷ്ട്രീയ നേതാക്കന്മാരും കമ്മ്യൂണിസ്റ്റുകാരടക്കമുള്ള അല്ലെങ്കിൽ ഇതിൽ വിശ്വസിക്കാത്ത മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പോലും അവരുടെ പാദങ്ങളിൽ ചെന്ന് ആരെങ്കിലും വന്ദിക്കുമ്പോൾ അതിനെ വളരെ ആവേശത്തോടു കൂടി സ്വീകരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ പടിയിൽ തൊട്ട് വന്ദിച്ചിട്ടാണ് ക്ഷേത്രത്തിലേക്ക് കടക്കുന്നത്. ഇങ്ങനെ പലതും നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ അവരവരുടെ വിശ്വാസത്തിൻ്റെയും പ്രമാണത്തിൻ്റെയും ഭാഗമാക്കി നിലനിർത്തട്ടെ. അതുകൊണ്ടാണല്ലോ ശ്രീ PM സുരേഷ് ബാബു ഈ നാടിന്റെ ഐശ്വര്യം കാരണഭൂതൻ പിണറായി വിജയൻ എന്ന് പറഞ്ഞ് തിരുവാതിര കളി വരെ നടത്തിയത്.
അതൊക്കെ മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. നമുക്ക് ആ കുഞ്ഞിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. താങ്കൾ അത്തരം ഒരു സംശയം ഉന്നയിച്ചതുകൊണ്ടാണ് നമുക്ക് ഒന്നുകൂടി അത് കേൾക്കാം. ഗുരുപൂജയ്ക്ക് നമ്മൾ ആരുടെ കാലൊന്നും കഴുകിയിട്ടില്ല. നമ്മൾ പുഷ്പാർച്ചന ചെയ്തിട്ട് അവരുടെ അനുഗ്രഹം മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ പഠിക്കുന്ന തുടക്കം തൊട്ടേ ഇത് നടക്കണ്ടോ ഇവിടെ? ആ ഉണ്ട്. ഇപ്പൊ ഈ പുറത്ത് നടക്കുന്ന വാർത്തയൊക്കെ കണ്ടപ്പോൾ എന്താ തോന്നി? സങ്കടം തോന്നി. നമ്മൾക്കൊരു പ്രശ്നമില്ല, പക്ഷെ പുറത്ത് പറയുന്നത് ഇത് ഭയങ്കര മോശമായിട്ടില്ല എന്ന് പറയുന്നത്. അത് കേട്ടപ്പോൾ വീട്ടിൽ നിന്നൊക്കെ അച്ഛനോടും അമ്മയോട് സങ്കടം പറഞ്ഞു പോയിട്ട് പറഞ്ഞു. അവർ സപ്പോർട്ട് ചെയ്തിന്. അങ്ങനെ പ്രശ്നമൊന്നുമില്ല, നമുക്കെല്ലാം അനുവാദം തന്നിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. ശ്രീ PM സുരേഷ് ബാബു, വാക്കുകൾ വ്യക്തമായി കേട്ടല്ലോ. അവരുടെ എന്നാണ് പറയുന്നത്. അവരുടെ പാദങ്ങളിൽ പുഷ്പാർച്ചന നടത്തി എന്നാണ് പറയുന്നത്. അയാൾ എന്നൊരു ഇല്ല ഇനിയും താങ്കൾ തർക്കിക്കരുത്. ദയവേത് താങ്കൾ തർക്കിക്കരുത്. വളരെ സശ്രദ്ധമാണ് നമ്മൾ. അയാളുടെ കാലൊന്നും കഴുകിയിട്ടില്ല. ഞങ്ങൾ ആരുടെയും ശ്രീ PM സുരേഷ് ബാബു, ദയവേത് തർക്കിക്കുന്നതിന് വേണ്ടി തർക്കിക്കരുത്. ആരുടെയും എന്നാണ് പറയുന്നത്. ആരുടെയും എന്ന് തന്നെയാണ് പറയുന്നത്. അതാണ് ശരിയെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യത്തിൽ അവരൊന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ കേട്ടതിന്റെ പ്രസംഗമാണെങ്കിൽ ഞാനത് പിൻവലിക്കുന്നു. ശരി, ഞാനത് പിൻവലിക്കുന്നെന്നും അത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ അതല്ല, ഇവിടെ നമ്മളൊരാളുടെ വാക്കുകളിനെ കുറിച്ചല്ല അല്ല, വാക്കുകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. പക്ഷെ താങ്കൾ ആ കുഞ്ഞു പറഞ്ഞതിൽ അത് മാത്രം എടുത്ത് പറഞ്ഞതുകൊണ്ട്, അത് ആദ്യം പഠിപ്പിക്കണമായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് അത് വീണ്ടും റീപ്ലേ ചെയ്തത്. അതിൽ അങ്ങനെ പറയുന്നതേ ഇല്ല എന്ന് മനസ്സിലായല്ലോ. അതായത് കുട്ടികൾക്കും അധ്യാപകർക്കും അതാദ്യം എന്റേതായ വാക്കുകൾ അങ്ങ് കൂട്ടിച്ചേർക്കരുത്. ഞാനത് ആദ്യം പഠിപ്പിക്കണമെന്നോ അത് ചെയ്തത് അയാളെന്ന് പറയുന്നതാണോ സംസ്കാരം എന്ന് താങ്കൾ ചോദിച്ചു. നമ്മുടെ സമൂഹത്തിൽ ഓരോന്നുണ്ട്. ഇല്ല സംസ്കാരം എന്നും ചോദിച്ചിട്ടില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ഇല്ലാത്തത് പറയുന്നത്? അത് ചോദ്യമല്ലേ. എനിക്ക് PM സുരേഷ് ബാബു, ഇനി വളരെ അതിശയം തോന്നുന്നു. കാരണം ആ കുട്ടിയുടെ വിഷ്വൽ റീപ്ലേ ചെയ്യാനുള്ള കാരണം തന്നെ എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലായല്ലോ. അത് എടുത്തു പറഞ്ഞതുകൊണ്ടും അതിൽ അപമര്യാദ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടുമാണ്. എന്നിട്ട് അതൊന്നും പറഞ്ഞിട്ടില്ല എന്നെങ്ങനെ പറയാൻ കഴിയുന്നു? ശ്രീ PM സുരേഷ് ബാബു.